അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവരാജ്യ നിമിത്തം സംഗമിച്ചിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശാലോം ഗ്ലോബൽ ഫാമിലിയുടെ പേരിലുള്ള സ്നേഹത്തെയും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ മേശ തിരുവചനത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും മഹിമയേറിയ മഹത്വം തുറക്കുന്ന സ്ഥലമാണ് കർത്താവിൻ്റെ മേശ. ദൈവസഭയ്ക്കകത്തേക്ക് കർത്താവ് കണ്ടമാനം ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്ത് നൽകിയിട്ടുണ്ട്. പല നിലകളിലുള്ള ശുശ്രൂഷകൾ ദൈവാത്മാവ് ദൈവസഭയ്ക്കകത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ശ്രേഷ്ഠകരമായി ഏറ്റവും അധികം ദൈവരാജ്യ നിമിത്തമുള്ള അനുഭവങ്ങൾ അനുഭവിക്കുവാൻ ദൈവാത്മാവ് അവൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് കർത്താവിൻ്റെ മേശ. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ ആരംഭിച്ചപ്പോൾ ഈ കർത്തൃമേശ അവർ എല്ലാ ദിവസവും നടത്തുമായിരുന്നു. അങ്ങനെ തന്നെയാണ് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം അത് കാണുന്നത്. പിന്നത്തെ കാലഘട്ടങ്ങൾ പുരോഗതി പ്രാപിച്ചപ്പോൾ അവർ കർത്തൃമേശ നടത്തേണ്ടതിന് ആഴ്ചവട്ടത്തിൻ്റെ പ്രാരംഭ ദിവസം അവർ സന്ധിയിൽ അവർ ഒരുമിച്ച് കൂടി വരുന്നതായിട്ട് നമുക്ക് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പ്രവൃത്തിയുടെ പുസ്തകം 20-21 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അർത്ഥാൽ പുതിയ നിയമസഭ ആരംഭിച്ച AD 32 കൃത്യമല്ല AD 30-32 കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അവർ ഈ മേശ കർത്താവിൻ്റെ മേശ അവർ ദിവസവും നടത്തുമായിരുന്നു. കാലഘട്ടത്തിൻ്റെ പഴക്കം കൊണ്ട് നമ്മുടെ ചർച്ചുകളിൽ അത് മാസത്തിൽ 1 ആഴ്ചയിൽ 1 ഒക്കെയായി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കതൊന്നുകൂടെ കൂടുതൽ ചെയ്യുവാൻ ദൈവാത്മാവ് നൽകുന്ന കൃപയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ വെളിപ്പാട് കർത്താവ് എൻ്റെ അകത്ത് പകർന്നത് 2008-ലാണ്. 2008-2007 കാലഘട്ടത്തിലാണ്. അതിനെ തുടർന്ന് ഞാൻ അന്നു മുതൽ പരമാവധി എല്ലാ ആഴ്ചയും ഈ കർത്താവിൻ്റെ മേശ നടത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പല നിലകളിലുള്ള തടസ്സങ്ങൾ കാരണം പല രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളെങ്കിലും എൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ മേശ എല്ലാ ഞായറാഴ്ചയും നടത്തണമെന്നുള്ളതാണ്. അതുമാത്രമല്ല, കഴിയുമെങ്കിൽ വീട്ടിൽ ഇത് എല്ലാ ദിവസവും എടുക്കണം എന്നൊരു ചിന്ത കൂടെ എൻ്റെ അകത്തുണ്ടായതിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ സൂമിൽ ഇത് പല ദിവസങ്ങൾ ചെയ്യുവാനായിട്ട് സാവകാശം ഒരുക്കിയത്. കർത്താവിൻ്റെ മേശ ഞാനൊരു കാര്യം കൂടെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ, അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വേർപെട്ട ദൈവമക്കളാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള സത്യങ്ങൾ ഒന്നുകൂടി ആഴത്തിൽ തിരിച്ചറിയുന്ന വിഭാഗമെന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ നടത്തുന്ന കർത്തൃമേശ അത് അതിൻ്റെ വെളിപ്പാടിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടോ എന്ന ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ അവർ അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളുടെ ഇടയിൽ അവർ കർത്താവിൻ്റെ മേശ ചെയ്യുന്നത് മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനിത് പുറമേയുള്ള സമുദായങ്ങൾ അവർ മരിക്കുന്ന സമയത്ത് മരണത്തിന് മുമ്പൊക്കെ ഈ കുർബാന കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ കർത്തൃമേശ നമ്മൾ മാസത്തിലൊരിക്കൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ശുദ്ധീകരിക്കാനായിട്ട് നമ്മളെ തന്നെ വേർതിരിച്ച് വെച്ച് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതൊന്നുമല്ല ഇതിൻ്റെ പെർഫെക്ഷനുള്ള റെവലേഷൻ എന്ന് പറയുന്നത്. ആരും ഇത് കേട്ട് വിഷമിക്കുകയോ പിണങ്ങോ ഒന്നും ചെയ്തത് ഞാനൊരു പുതിയ ഉപദേശം പഠിപ്പിക്കുകയല്ല. നിങ്ങളൊന്നുകൂടെ ബൈബിൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കർത്താവിൻ്റെ മേശ ഇവിടെ നമുക്കുണ്ടാക്കിയ ഉപദേശത്തിലുണ്ടാക്കിയ പ്രശ്നമെന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ മേശയെക്കുറിച്ചുള്ള ആഴമായ പല വെളിപ്പാടുകൾ നമുക്ക് പുതിയ നിയമസഭയ്ക്കകത്ത് ലഭ്യമാകുന്നത്. അപ്പം നമുക്കുണ്ടായൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറഞ്ഞ വാക്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഈ കർത്താവിൻ്റെ മേശയുടെ ഉപദേശം ഉണ്ടാക്കി. സത്യത്തിൽ കർത്തൃമേശയുടെ ഉപദേശം ഉണ്ടാക്കേണ്ടത് പൗലോസ് പറഞ്ഞ 1 കൊരിന്ത്യർ ലേഖനം 10-11 അധ്യായങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടല്ല. കർത്തൃമേശ എന്താണെന്ന് നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. എൻ്റെ അറിവിൽ ഇതിനകത്ത് കയറിയിരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ പഠനമുള്ളവരാണ്, എല്ലാവരും എന്നേക്കാൾ ഭാഷ നൈപുണ്യമുള്ളവരാണ്. നിങ്ങൾക്കിതെല്ലാം സെർച്ച് ചെയ്താൽ ഇത് നിങ്ങൾക്ക് സൈറ്റുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. സൈറ്റുകൾ സെർച്ച് ചെയ്യുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലുമല്ല. ദൈവവചനം പഠിക്കുവാനായിട്ട് ഇന്ന് സാധ്യതകൾ ഇഷ്ടപ്രകാരം തുറന്നിരിക്കുന്നൊരു കാലഘട്ടമാണ്.
നിങ്ങൾ ശ്രമിച്ചാൽ ഇതിൻ്റെ ആഴങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധ്യമാണ്. ഓക്കെ, നമ്മൾ അവനകത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മേശ കർത്താവ് സ്ഥാപിച്ചത് താൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, താൻ മരിച്ചു എന്നാണ്. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലാണ് നമ്മുടെ കർത്താവിൻ്റെ മേശ സ്ഥാപിക്കുന്നത്. ഇനി നമ്മൾ അവനകത്തേക്ക് ഒന്നുകൂടെ ഇറങ്ങി വരികയാണ്. യേശുവിനെ കാണിച്ചു കൊടുത്ത അന്ന് രാത്രി കർത്താവിൻ്റെ മേശ സ്ഥാപിച്ചപ്പോൾ ആ കർത്താവിൻ്റെ മേശയ്ക്ക് ബൈബിൾ പറയുന്ന പല പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ഇത് കർത്താവിൻ്റെ മേശയാണ്. രണ്ട്, ഇത് തിരു അത്താഴമാണ്. മൂന്ന്, ഇത് അപ്പനുറുക്കാണ്. ഇത് കർത്താവ് സ്ഥാപിച്ചത് പെസഹയുടെ മേശപ്പുറത്ത് വരുവാനിരിക്കുന്ന മശിയയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന അപ്പമെടുത്ത്, മാറ്റ്സ എന്ന് പറയുന്ന അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് നൽകുകയായിരുന്നു. തൊട്ടുപുറകിൽ നമ്മുടെ കർത്താവ് മേശപ്പുറത്തിരുന്ന പാനപാത്രം എടുത്ത് താൻ ശിഷ്യന്മാർക്ക് നൽകുന്നു. പാനപാത്രം എടുത്ത് നൽകിയപ്പോൾ ഇത് പെസഹയിലാണ് മടക്കുന്നത്. പെസഹയുടെ അന്ന് രാത്രിയാണ് മടക്കുന്നത്. എന്താണ് പെസഹ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായി യഹോവയാം ദൈവം അവരോട് എല്ലാ വർഷവും ചെയ്യുവാൻ ആവശ്യപ്പെട്ടതാണ് പെസഹ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാ വർഷവും ചെയ്യുവാൻ ആവശ്യപ്പെട്ടതാണ് പെസഹ. എന്താണ് പെസഹ? ഫറവോന്റെ അടിമുഖത്തെ പൊട്ടിച്ച് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതാണ് പെസഹ. എന്താണ് പെസഹ? പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ച്, പെസഹ കുഞ്ഞാട് അവർ ദൈവം ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ട നിലവാരപ്രകാരം പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ച് അവർ പുറപ്പെട്ടപ്പോൾ അവരുടെ ഇടയിൽ ഒരു ബലഹീനനുണ്ടായിരുന്നില്ല. ഒരു ബലഹീനനുണ്ടായിരുന്നില്ല. ഈ പദങ്ങൾ ശ്രദ്ധിക്കണം. പെസഹ ഒന്ന് പുറപ്പാടിന്റെ മേശയാണ്. പെസഹ രണ്ട് ഫറവോന്റെ കെട്ടിനെ പൊട്ടിച്ച മേശയാണ്, പൊട്ടിച്ച ശുശ്രൂഷയാണ്. പെസഹ അവർ ഒരു ബലഹീനനില്ലാതെ സകല ബലഹീനതയും എടുത്തു മാറ്റിയതാണ് പെസഹ. ഇങ്ങനെ പെസഹയെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ കണ്ടമാനം അർത്ഥവ്യാപ്തിയുണ്ട്. പെസഹയ്ക്ക് ഒരു പിൻചരിത്രമുണ്ട്. അവർ ആയിരുന്ന ദേശത്തു നിന്ന് അവരെ പുറപ്പെടുവിച്ച പിൻചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് അവർ പെസഹ ആചരിക്കുന്നത്. പെസഹയിൽ നിന്നുകൊണ്ട് അവർ ഒന്ന് പുറകിലേക്ക് നോക്കും, രണ്ട് അവരിലേക്ക് നോക്കും, മൂന്ന് വരുവാനുള്ളവരിലേക്ക് നോക്കും. അവരെ ഒരു മഷിക വരുമെന്ന് പറഞ്ഞാണ് പെസഹയുടെ മേശപ്പുറത്തിരുന്ന അപ്പം അവർ മാറ്റിവെച്ചിരുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ മാറ്റിവെക്കുന്ന ഈ അപ്പം, ഈ മാറ്റ്സ എന്ന് പറയുന്ന അപ്പം, അവർ ആരും ആ അപ്പം ഭക്ഷിക്കാറില്ല. ആ അപ്പം എടുത്ത് അവർ കുഴിച്ചിടാറാണ് പതിവ്. എന്നാൽ നമ്മുടെ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ ആ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ആ വാക്യം ഒന്ന് എടുത്തേരെ. ആരെങ്കിലും ഒരാൾ ബൈബിൾ വായിച്ചെന്നെ സഹായിക്കാമോ? നമ്മുടെ ആളുകൾക്ക് എന്നെ സഹായിക്കുന്നതിൽ അല്പം വിമുഖത ഉള്ളതുപോലെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ലൂക്കോസ് സുവിശേഷം എന്നെയല്ല നിങ്ങൾ സഹായിക്കുന്നത്, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് നിങ്ങൾ സഹായിക്കുന്നത്. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിച്ച് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് സുവിശേഷം വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. ഇന്നലെ രാത്രിയിലെ സന്ദേശം കേട്ടവർക്കറിയാം, മലയാളത്തിൽ നിയമം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് 3 പദപ്രയോഗങ്ങളാണ്. അവിടെ മൂലഭാഷയിൽ 3 അർത്ഥത്തിലാണ് മൂലഭാഷയിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, നിയമം എന്നത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. 2, ഉടമ്പടി എന്നതിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്. 3, അത് വില്ലിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അർത്ഥാൽ മരണപത്രത്തിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്. 3 അർത്ഥവ്യാപ്തികളിലാണ് നിയമം എന്ന പദത്തിന്റെ മൂലഭാഷ പ്രധാനമായത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവ് അപ്പമെടുത്ത് പറഞ്ഞു, ഇത് എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. എടുത്തത് അപ്പം, കർത്താവ് പ്രഖ്യാപിച്ചത് ഇത് എന്റെ ശരീരം. 2, അത്താഴം കഴിഞ്ഞ ശേഷം ഈ അപ്പമാണ് അവർ കുഴിച്ചിട്ടിരുന്ന അപ്പം കേട്ടോ. എന്നിട്ട് അവനത് നുറുക്കി അവരിലേക്ക് അവനത് പകരുകയാണ്. അതിനുശേഷം നമ്മുടെ കർത്താവ് പാനപാത്രം എടുത്ത ശേഷം പറഞ്ഞു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ കവനന്റ് ആകുന്നു, പുതിയ ഉടമ്പടിയാകുന്നു. ഈ പദപ്രയോഗം പല സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ഇത് കൊരിന്ത്യർ ലേഖനത്തിൽ കിടക്കുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 വാക്യം, ഇത് എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഇത് എന്റെ രക്തത്തിൽ
പുതിയ ഉടമ്പടിയാകുന്നു. ഇത് എന്റെ രക്തത്തിൽ പുതിയ വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ ഈ പാനപാത്രം, ഇവിടെ ഈ പാനപാത്രം അപ്പം ഭക്ഷിക്കുമ്പോൾ, പാനപാത്രം പാനം ചെയ്യുമ്പോൾ, ഇത് വെറും രണ്ട് പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമല്ല, ഇത് എന്തോ ഒന്ന് ഓർക്കുന്ന ശുശ്രൂഷ മാത്രമല്ല, ഇതിനകത്ത് കണ്ടമാനം മഹത്വമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചന്മാര് പാടിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, ഏകൻ പോയല്ലോ ബലി കഴിവതിനായി, ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി, അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി, തൃപാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്, തൃപാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്. മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, മഹാത്മ്യം ഇതിനനവധി. ആ പദം ഒന്ന് പറയാമെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടേ. മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം തുറക്കുന്ന സ്ഥലമാണ് കർത്താവിൻ്റെ മേശ. നിങ്ങൾക്ക് ഒരു പുതിയ പുറപ്പാടുണ്ട്. നിങ്ങളായിരിക്കുന്ന സകല അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു വിടുതലുണ്ട്. ഇത് വെറുമൊരു ആചാരമല്ല, ഇത് വെറുമൊരു ഓർമ്മയല്ല, ഇത് ദൈവം പുത്രനിലൂടെ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്ത പുതിയ ഉടമ്പടിയെ ഓർപ്പിക്കുന്ന സമയമാണ്. ഇത് ഞാൻ പറഞ്ഞ പദങ്ങളെല്ലാം ഒന്നുകൂടെ പറയുന്നു. പിതാവാം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഇസ്രായേൽ മക്കളോട് ചെയ്ത ഉടമ്പടിയെ ഓർപ്പിക്കുന്ന സമയമാണ്. കൃപയാൽ ഇതുവരെ ലിൻസി ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നിട്ടില്ല. ലിൻസി ചോദിക്കാതെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. ലിൻസിയുടെ അകത്തൊരു ആഗ്രഹം വരുന്നത് ഞാൻ അറിയാറുണ്ട്. ഞാൻ ലിൻസിയും കൂടെ 24 വർഷങ്ങൾക്ക് മുമ്പ് പിച്ചി മാഷിന്റെ മുമ്പിൽ വെച്ച് ഉടമ്പടിയിലൂടെ ഞങ്ങൾ ഭാര്യ ഭർത്തക്കന്മാരായതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ പോറ്റിക്കൊള്ളാം, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊള്ളാം. ഉടമ്പടി വാചകങ്ങൾ ചൊല്ലിക്കൊടുത്താണ് ഞങ്ങൾ വിവാഹിതരായി തീർന്നത്. എപ്പോഴെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാതിരുന്നാൽ ലിൻസിക്ക് എന്നോട് ആവശ്യപ്പെടാം. ഉടമ്പടി എന്നോട് ചെയ്തതാണല്ലോ. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ ഉടമ്പടിയുടെ ഭാര്യയാണ്. ഉടമ്പടി ബന്ധത്തിലൂടെ ഭാര്യ ഭർത്തക്കന്മാരായി തീർന്നിരിക്കുന്ന ഭാര്യമാർ ധൈര്യത്തോടെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരവാദിത്വമുള്ള ഭർത്താവ് കാര്യങ്ങൾ ചെയ്തിരിക്കും. ഉടമ്പടി, ഇന്ന് രാവിലെ നമ്മൾ ഉടമ്പടിയുടെ വെളിപ്പാടിൽ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ഉടമ്പടി പിതാവാം ദൈവം തന്റെ പുത്രനിലൂടെ യഹൂദ ഗ്രഹത്തോട്, ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്തതാണ്. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ദൈവസഭയാകുന്ന നമ്മോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാകാം. കാരണം 2008 തൊട്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ഇതിന്റെ ക്ലാസ് എടുക്കുകയാണ്. ഓരോ സെക്ഷനിലും പുതിയ പുതിയ ഭാഗങ്ങൾ എടുക്കാറുണ്ട്. ഇന്ന് ഞാൻ പുതിയതൊന്നും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരാം. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോവില്ല. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കുമെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ടേ പോവുകയുള്ളൂ. നോക്കൂ, ഉടമ്പടി എന്താണ്? പിതാവാം ദൈവം തന്റെ പുത്രനിലൂടെ യഹൂദ ഗ്രഹത്തോട്, ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്തതാണ് ഉടമ്പടി, പുതിയ ഉടമ്പടി. വാക്യം എവിടെ? വാക്യം കിടക്കുന്നത് വായിക്കണ്ട. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം, യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം, എബ്രായ ലേഖനം 8-10 അധ്യായങ്ങൾ. ഉടമ്പടി നമ്മോടല്ല ചെയ്തിരിക്കുന്നത്, ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തോടാണ്. അതുകൊണ്ടാണ് സ്നാനപ്പെടാത്ത യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് നമ്മുടെ കർത്താവ് താൻ
മരിച്ചു എന്ന് രാത്രി കത്രിമേശ കൊടുക്കുന്നത്? സ്നാനപ്പെടാത്ത യഹൂദന്മാർക്ക് എന്തുകൊണ്ട് കത്രിമേശ കൊടുത്തു? കാരണം യഹൂദന്മാരോടാണ് യഹോവയാം ദൈവം പുതിയ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ആരാണ്? നമ്മൾ ഇതിനകത്ത് പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായ പ്രകാരം നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്. നമ്മൾ അബ്രഹാമിനോട് ദൈവം ചെയ്ത, ഇസഹാക്കിനോട് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ മക്കളാണ് നമ്മൾ. എങ്ങനെയാണ് നമ്മൾ ഉടമ്പടിയുടെ മക്കളായത്? നമ്മൾ അബ്രഹാമിന്റെ സന്തതിയായത് യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന സ്നാനത്താലാണ്. യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി. എന്നാൽ ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം നിങ്ങളേറ്റപ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായി. കാരണം സ്നാനം ഒരു മതത്തിൽ ചേരാനല്ല, സ്നാനം ഉടമ്പടിയുടെ അടയാളമാണ്. സ്നാനം അത് പരിച്ഛേദനയാണ്. വാക്യം എവിടെ? വാക്യം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10, 11, 12 അധ്യായങ്ങൾ. നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് നമ്മളത് വിശദമായി പറഞ്ഞതാണ്. നീ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ ആവർത്തിച്ചോർത്തതാണ്. ഉൽപ്പത്തി 15 ഉടമ്പടിയുടെ അധ്യായം, ഉൽപ്പത്തി 17 ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദനയുടെ അടയാളം, ഉൽപ്പത്തി 21 വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിച്ച അധ്യായം. ഇന്ന് രാവിലെ നമ്മൾ ഈ ഉടമ്പടിയെ ഒന്നുകൂടെ പുതുക്കാൻ പോവുകയാണ്. ഈ ഉടമ്പടിയുടെ മേശയിലേക്ക് നാം വരുമ്പോൾ, ഒന്ന്, ഇത് കവനന്റിന്റെ മേശയാണ്. 2, ഈ മേശപ്പുറത്തിരിക്കുന്ന അപ്പവീഞ്ഞുകൾ. ഒരു വാക്യം കൊണ്ട് നിങ്ങൾ എടുക്കണം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ ഒരാൾ ഓടിച്ചു വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. ഒറ്റ വാക്ക് മോളെ, ഒരു വാക്ക്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. ഏതുകൊണ്ട്? വാക്യം 13. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പോക്കുവഴി ഉണ്ടാക്കുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറുപടിയില്ലാത്ത ഒരു അവസ്ഥയില്ല. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറയണം കേട്ടോ. സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ആമേൻ പറയാതിരിക്കേണ്ട. ഓരോ വചനം നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ നിങ്ങൾ അതിന് ദൈവത്തിന് ആമേൻ പറയണം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നാട്ടിൽ ആർക്കും വരാത്തത് നിന്റെ വീട്ടിൽ വന്നിട്ടില്ല. നാട്ടിൽ വന്നത് മാത്രമേ നിന്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ. പക്ഷെ നിന്റെ മെച്ചം, നിന്റെ പ്രത്യേകത, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു അപ്പനുണ്ട്. ആ ദൈവം വിശ്വസ്തനാണ്. അവർക്ക് പരീക്ഷയുണ്ട്, നിനക്ക് പരീക്ഷയോടുകൂടെ ദൈവം ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴി അവൻ തുറന്നു വെച്ചെടുത്ത് നീ വരാൻ തുടങ്ങിയാൽ പരീക്ഷയോടുകൂടെ നിനക്കൊരു പോക്ക് വഴിയുണ്ട്. നിന്റെ വിഷയത്തിന് പരിപൂർണ പരിഹാരമുണ്ട്. ഞാൻ അപ്പൊ അതൊന്നുകൂടെ പറയാം. നിന്റെ വിഷയത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ട്. അതുകൊണ്ട് നിനക്ക് പരിഹാരം ഉള്ളത് കൊണ്ട്, നിനക്കൊരു മറുപടി ഉള്ളത് കൊണ്ട്, നിനക്കൊരു ദൈവം ഉള്ളത് കൊണ്ട്, ആ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ആ ദൈവം നീതിമാൻ ആയതുകൊണ്ട്, അവനൊരു ഉടമ്പടി നിന്നോട് ചെയ്തിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് പ്രിയന്മാരെ, നിങ്ങൾ വിഗ്രഹാരാധന വിട്ടോടുവിൻ. വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നത് മാത്രമല്ല, ദൈവത്തെക്കാൾ അധികമായി നിങ്ങൾ എന്തിന്റെ പുറകെ പോകുന്നു അതെല്ലാം വിഗ്രഹങ്ങളാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ വിവേചിക്കുക. മോളെ വാക്യം 16 വായിച്ചേ. 16-ാം വാക്യം കൂടെ വായിച്ചോളൂ. 1 കൊരിന്ത്യർ ലേഖനം 10:16. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? മേശമേലിരിക്കുന്നത് 2 പദാർത്ഥങ്ങളാണ്. ഒന്നിരിക്കുന്നത് അപ്പമാണെങ്കിൽ മറ്റൊന്നിരിക്കുന്നത് പാനപാത്രമാണ്. അവനകത്തിരിക്കുന്നത് വീഞ്ഞാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നാം നുറുക്കുന്നത് അപ്പമാണ്, പക്ഷേ ഇത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൊയിനോനിയാണ്. ഇതിനകത്ത് ഒരു ഇന്റർകോഴ്സ് ഉണ്ട്. ഈ അപ്പം എനിക്ക് തോന്നുന്നു ലിർസി മീരാസിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന അപ്പമാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ നെല്ലിക്കുന്നുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചതാണ്. അല്പം കഴിയുമ്പോൾ നാം ഈ അപ്പം എടുത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വാഴ്ത്തുമ്പോൾ ഇതിനകത്തേക്ക് ഒരു കൂട്ടായ്മ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ ഉണ്ടാവുകയാണ്. ഈ പാനപാത്രം ഇവിടെ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച വീഞ്ഞാണ്, മുന്തിരി ചാറാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത് നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്തേക്ക് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ ദൈവാത്മാവ് യഹോവയാം ദൈവം തുറക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു,
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ജീവനുണ്ട്. ഒരു ആമേൻ പറഞ്ഞു രവിന്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. എപ്പോഴാണ് നമ്മൾ യേശുവിന്റെ മാംസം തിന്നുന്നത്? എപ്പോഴാണ് നമ്മൾ യേശുവിന്റെ രക്തം കുടിക്കുന്നത്? നാം കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോഴാണ് നാം ഇത് പാനം ചെയ്യുകയും നാം ഇത് ഭക്ഷിക്കുകയും ചെയ്യുന്നത്. അർത്ഥാൽ വെളിപ്പാടോടുകൂടെ നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് അവന്റെ ജീവൻ ഒന്നുകൂടെ ആഴത്തിൽ ഇന്ന് രാവിലെ തുറന്നു വരികയാണ്. ഓക്കെ, ഇനി നമ്മൾ കവനന്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വെളിപ്പാടോടുകൂടെ പ്രഖ്യാപിച്ച് ഭക്ഷിച്ചാൽ നിങ്ങളിലേക്ക് ഒരു കൈമാറ്റം നടക്കുന്നു. ഒന്ന്, കൈമാറ്റം നടക്കുകയാണ്. തൊട്ടുപാടെ പൗലോസ് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. നിങ്ങൾ ഇസ്രായേലിനെ നോക്കുക. ഇസ്രായേൽ അവർ യാഗപീഠത്തിന്റെ യാഗങ്ങൾ ഭുജിക്കുമ്പോൾ അവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളാണ്. നിങ്ങൾ ജാതികളെ നോക്കുക. വിഗ്രഹാർപ്പിതം വല്ലതുമാണോ? പക്ഷേ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുമ്പോൾ ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ നിങ്ങൾ അറിയണം. ഇന്ന് നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവൻ ഭൂതങ്ങളുടെ കൂട്ടാളിയായി മാറുന്നു. ജാതികളിൽ യഹൂദന്മാരുടെ ഇടയിൽ അവർ യാഗങ്ങൾ ഭുജിക്കുമ്പോൾ യാഗപീഠത്തിന്റെ അവകാശികളായി മാറുന്നു. ഇതുപോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിശ്വാസത്താൽ ഉടമ്പടിയുടെ വെളിപ്പാടിൽ അവർ കർത്താവിന്റെ മേശ ഭക്ഷിക്കുമ്പോൾ എന്താണോ നമ്മുടെ കർത്താവ് ഉടമ്പടിയിലൂടെ കൈമാറിയത് അതിന്റെ മുഴുവൻ അവകാശികളായി നാം മാറുകയാണ്. ഓക്കെ, ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നാം ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ ഇന്നലെ പഠിച്ച ഭാഗത്തിന്റെ ആഴത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി വരികയാണ്. എനിക്ക് കർത്താവിന്റെ മേശ എടുക്കുമ്പം എത്ര സമയം കിട്ടിയാലും എനിക്ക് മതിയാകുകയില്ല. കാരണം ഇതെല്ലാം ധ്യാനിച്ചാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ഒരു യഹൂദ പിതാവ്, ഒരു യഹൂദ വീട്ടിൽ ഒരപ്പൻ പെസഹ നടത്തുമ്പോൾ 1.5 മണിക്കൂർ അവരുടെ പിതാക്കന്മാരെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ചരിത്രം പറഞ്ഞു കൊടുത്ത് ദൈവത്തെക്കുറിച്ചുള്ള മേഖലകൾ പറഞ്ഞു കൊടുത്ത് ഒടുവിൽ അവർ സ്തോത്രഗീതം പാടിയ ശേഷമാണ് അവർ പെസഹ ഭക്ഷിക്കുന്നത്. മോളെ എടുക്കൂ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലൂടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ കടന്നു വരാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. സമയം കളയരുത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം സഭ കർത്താവിന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ് കർത്താവിന്റെ മേശ. കർത്താവിന്റെ മരണത്തെ പ്രൊക്ലൈം ചെയ്യുന്നു. ഓക്കെ, ഇനി ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി 50-51 പേരാണ് രാത്രി 52 പേരാണ് രാത്രി മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. 1-2 പേര് ചിലപ്പോൾ ഇന്ന് രാവിലെ കൂടുതൽ, ഇന്നലെ ഉണ്ടാകാതിരിക്കാം, പുതിയത് വന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ഇന്നലെ രാത്രിയിലെ സന്ദേശം കേൾക്കണം. പുതിയ ഉടമ്പടി സംബന്ധിച്ച് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും ഹയർ റെവലേഷൻ തുറന്ന ക്ലാസ്സാണ് ഇന്നലത്തെ ക്ലാസ്. ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം മെമ്പേഴ്സ് ഓൺലി ആക്കിയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു കാര്യം ചെയ്യാം. ഇന്നലെ എടുത്ത ക്ലാസ് ഒന്നും കൂടെ നിങ്ങൾ കേൾക്കുന്നത് നല്ലതാകിയാൽ ഞാനത് മെസ്സേജ് ഇന്നൊരു ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ തക്കവണ്ണം ഞാനത് ലിസ്റ്റ് ഓൺ ചെയ്തിടാം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം കിടക്കുന്നത് മെമ്പേഴ്സ് ഓൺലി ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അത് പൊതുസമൂഹം എടുത്ത് അറിയാത്തവരെടുത്ത് മുത്ത് പന്നികളുടെ ഇടയിൽ ഇട്ട് കൊടുത്ത് വെറുതെ ചവിട്ടിക്കളയണ്ട എന്ന് വിചാരിച്ച് അത് മറച്ചു വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അതിനകത്ത് ഒരു ചെറിയ ഫീസ് അവിടെ വെച്ചിരിക്കുന്നത്, ഏറ്റവും കുറച്ചാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഫീസിന് വേണ്ടിയിട്ടല്ല, ഇത് പൊതുലോകത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇറങ്ങി വരികയാണ്. ഇന്നലെ നമ്മൾ എന്താണ് കണ്ടത്? ഇന്നലെ നമ്മൾ ഈ ഭാഗം കണ്ടത് മരണത്തെ നാം പ്രഖ്യാപിക്കുന്നതാണ് കർത്താവിന്റെ മേശ. ഇന്ന് തന്നെയാണ് ഇത് നടത്തേണ്ടത്. ഇന്നലെ മീറ്റിംഗ് കൂടിയവർക്കറിയാം. ഇന്നലെ നിങ്ങൾ കേട്ട വെളിപ്പാടിൽ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തെ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ കർത്താവിന്റെ മേശ നടത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഗെത്സമന തോട്ടം മുതൽ കാൽവരി വരെയുള്ള കഷ്ടാനുഭവങ്ങളെ പറയാൻ നമ്മൾ 15-20 മിനിറ്റ് എടുക്കും. നല്ല കാര്യമാണ്. യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ ധ്യാനിക്കുന്ന നല്ല കാര്യമാണ്. യേശുവിനെ പീലാത്തോസിന്റെ കൽത്തളത്തിലിട്ട് ഒരു പട്ടിയെപ്പോലെ, പേപ്പട്ടിയെപ്പോലെ തല്ലിക്കൊന്നത് അല്ലെങ്കിൽ തല്ലി ചതച്ചത് നാം ധ്യാനിക്കുന്ന നല്ല കാര്യമാണ്. പീലാത്തോസിന്റെ മുമ്പിലും ഹെരോദാവിന്റെ മുമ്പിലും മാറി മാറി വിസ്തരിക്കുവാൻ അവനെ അപമാനിച്ചത് ധ്യാനിക്കുന്ന നല്ല കാര്യമാണ്. കാൽവയുടെ കുലത്തളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചത് ധ്യാനിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. നല്ല കാര്യമാണ്. പക്ഷെ എന്റെ ചോദ്യം, ഇതൊന്നും അവിടെ എന്താണ് നടന്നതെന്ന വെളിപ്പാടില്ലാതെയാണ് കരയുന്നതെങ്കിൽ എന്താ കാര്യം?
ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അവിടെ എന്താണ്, ഗോൽഗോത്തായിൽ എന്താണ് നടന്നത്? കാൽവറിയിൽ എന്താണ് നടന്നത്? ക്രൂശിൽ എന്താണ് നടന്നത്? എന്താണ് കൈമാറിയത് എന്നറിയാതെയാണ് നിങ്ങൾ കരയുന്നതെങ്കിൽ ഇതുകൊണ്ട് എന്താ അർത്ഥമുള്ളത്? അത് ഒരു എന്താ പറയുക, ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലമായി, കുറച്ച് ഒരു സംതൃപ്തി കിട്ടുന്ന സ്ഥലമായി നിങ്ങളുടെ കർത്തൃമേശ തരം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളെപ്പോഴും കർത്തൃമേശ പങ്കെടുക്കുമ്പോൾ ഇതിനകത്തൊരു കൈമാറ്റമുണ്ടെന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായ പ്രകാരം വിശ്വസിച്ച് നടത്തുന്ന ശുശ്രൂഷകൻ സമയക്കുറവ് കൊണ്ട് ഏതെങ്കിലും വെളിപ്പാടുകൾ പറയാതെ ഭക്ഷിച്ചാലും നിങ്ങളെ വെളിപ്പാടിൽ ഭക്ഷിക്കുക. 2-ാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരുന്നു. നിങ്ങൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ് കർത്താവിന്റെ മേശ. അവന്റെ ശരീരത്തെ വിവേചിച്ചു വേണമെന്ന് ഭക്ഷിക്കാൻ. രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ എന്നിട്ട് ഞാൻ ഉടമ്പടിയിലേക്ക് വരാം. നിങ്ങൾ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം. ആൾക്കാർ മലയാളത്തിൽ അവിടെ കിടക്കുന്ന ശരീരത്തെ വിവേചിക്കണമെന്നാണ്, എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ കിടക്കുന്ന ലോർഡ്സ് ബോഡിയെ വിവേചിക്കണമെന്നാണ്. മലയാളത്തിൽ അർത്ഥവ്യാപ്തിയില്ല. ഈ ശരീരത്തെ വിവേചിക്കണമെന്ന വാക്യം കിട്ടിയത് കൊണ്ട് പലരും അവരുടെ ശരീരത്തെ വിവേചിച്ചു, ചിലര് സഭയെ വിവേചിച്ചു. എന്റെ പൊന്നു മക്കളെ, കർത്താവ് ആദ്യത്തെ കർത്തൃമേശ നടത്തിയ എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാർക്കല്ലേ അവിടെ ഏത് സഭയെ കർത്താവ് വിവേചിച്ചേ? ഇവർ വീട്ടിലിരുന്നു കൊണ്ടല്ലേ 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ കർത്തൃമേശ നടത്തിയത്. അവർ ഏത് സഭയെ വിവേചിച്ചേ? സഭയെ വിവേചിക്കാനല്ല പറഞ്ഞത്. വിവേചിക്കാൻ പറഞ്ഞത് കർത്താവിന്റെ ശരീരത്തെയാണ്. ശരീരത്തെ എന്താ വിവേചിക്കാൻ പറഞ്ഞത്? കർത്താവിന്റെ ശരീരത്തിൽ നിന്റെ പാപത്തിന്റെ ശിക്ഷ വന്നു. കർത്താവിന്റെ ശരീരത്തിൽ നിന്റെ അപമാനം അവൻ ഏറ്റു. നിന്റെ രോഗം അവൻ വഹിച്ചു. നിന്റെ ശാപം അവൻ വഹിച്ചു. നിന്റെ ദാരിദ്ര്യം അവൻ വഹിച്ചു. ആദാമ്യ പാപത്താൽ നിന്നിൽ വന്നത് മുഴുവൻ അവൻ അവന്റെ ശരീരത്തിൽ വഹിച്ചു. ഒരു തെറ്റിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമപ്രകാരം 1 വട്ടം ശിക്ഷിക്കപ്പെട്ടാൽ മതി. നീ ആദാം ചെയ്ത പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തിയവനാൽ ആ ഒരു ശിക്ഷയും നീ ഇനി നിന്റെ ശരീരത്തിൽ ചുമക്കണ്ട. കേൾക്കുന്നുണ്ടോ? നിന്റെ രോഗങ്ങൾ അവന്റെ ശരീരത്തിന്മേൽ വഹിച്ചത് വെളിപ്പാടായാൽ ആ വെളിപ്പാടിൽ ഇന്ന് രാവിലെ കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ച് ഭക്ഷിച്ചാൽ ഇപ്പോൾ ഇവിടെ വെച്ച് സൗഖ്യമടങ്ങും. ഞാൻ 2008 മുതൽ ഈ കർത്തൃമേശ ആവർത്തിച്ച് നടത്താൻ കാരണം കണ്ടമാനം അത്ഭുതങ്ങൾ, വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനുള്ള മഹിമ ആഴത്തിൽ വചന വെളിപ്പാടിലൂടെ ദൈവാത്മാവ് തുറന്നപ്പോൾ വർദ്ധിക്കുവാനിടയായി തീർന്നത്. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. ഇന്നലെ നമ്മൾ കണ്ടത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ പ്രകാരം ഉടമ്പടി നമ്മുടെ കർത്താവ് ഉറപ്പിക്കുകയാണ്. ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കാത്തതിനാൽ, വഴികൾ അടഞ്ഞതിനാൽ ഇസ്രായേൽ മക്കൾ പുറകിലേക്ക് പോകണമെന്ന് ചിന്തിച്ച് പണ്ടത്തെ മതത്തിലേക്ക്, പണ്ടത്തെ പ്രവാചകനിലേക്ക്, പണ്ടത്തെ ആരാമിലേക്ക്, പണ്ടത്തെ ആലയത്തിലേക്ക് ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണാത്തതിനാൽ മടങ്ങിപ്പോകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവരെ ഉറപ്പിക്കാൻ ദൈവാത്മാവ് പൗലോസിലൂടെ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾ അനുഭവിക്കുന്ന സകലതിനും പരിഹാരമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങളുടെ നടുവിൽ മറുപടി ഉണ്ടെന്ന് മാത്രമല്ല, പൗലോസ് ആ ഭാഗത്ത് ഉദ്ധരിച്ചത് ഞാൻ ഇന്നലെ വിസ്തരിച്ച് പറഞ്ഞു. സമയ ലഭ്യത കുറവ് കൊണ്ട് ചുരുക്കി പറയുന്നു. പൗലോസ് പറയുകയാണ്, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ പ്രകാരം പൗലോസ് പറയുകയാണ്, നമ്മുടെ മഹാപുരോഹിതൻ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ അവിടെ മധ്യസ്ഥനാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവ് ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനാണ്. എന്താണ് മധ്യസ്ഥന്റെ പ്രത്യേകത? നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം, എറ്റേണൽ ഇൻഹെറിറ്റൻസ് നിങ്ങളിലേക്ക് പകരുവാൻ അവൻ മധ്യസ്ഥനായി നിൽക്കുകയാണ്. കൃപ. എന്താണ് നിത്യമായത്? നിത്യമായത് അവന്റെ വചനമാണ്. നിത്യമായത് അവന്റെ ജീവനാണ്. നിത്യമായത് അവന്റെ മഹത്വമാണ്. നിത്യമായത് അവന്റെ ശക്തിയാണ്. നിത്യമായ അവകാശങ്ങൾ നിന്നിലേക്ക് തുറക്കുന്ന, നിന്നിലേക്ക് പകരാനായി അവൻ മധ്യസ്ഥനായി അവിടെ നിൽക്കുന്നു. 1, നമ്മുടെ കർത്താവ് ഇപ്പോൾ മധ്യസ്ഥനാണ്. 2, നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ദൈവ വഴി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. ഇന്ന് രാവിലെ നിങ്ങൾക്ക് സദ്വർത്തമാനമുണ്ട്. അവൻ നിങ്ങൾക്ക് അഡ്വക്കറ്റായി ഇപ്പോൾ അവിടെ ഉണ്ട്. ഹലോ, അവൻ നിങ്ങളുടെ അഡ്വക്കറ്റാണ്.
അസമയത്ത് പറഞ്ഞ വാക്കുകൾ, അസമയത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ജഡത്തിന്റെ സ്വഭാവമായി വെളിപ്പെട്ടു വന്ന പ്രകൃതികൾ ഏതെങ്കിലും നിങ്ങളെ ബാധിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കിയ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിച്ച് പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ നിർത്തുവാൻ അവൻ അഡ്വക്കറ്റായി അവൻ ചെയ്ത യാഗമരണത്താൽ നിങ്ങളിപ്പോൾ സമ്പൂർണമായി നീതീകരിക്കപ്പെട്ടവരാണ്. ധൈര്യത്തോടെ നിങ്ങൾക്ക് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് ഇന്ന് രാവിലെ അടുത്തു വരാം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ കർത്താവ് അവിടെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുകയാണ്. ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിൽ ബൈബിളിൽ കർത്തൃമേശയുടെ ആദ്യ വെളിപ്പാട് കിട്ടുന്നത് മൽക്കീസദേക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചു പോയ അബ്രഹാമിന്റെ പടയാളികളുടെ അടുക്കലേക്ക് അപ്പവും വീഞ്ഞുമായിട്ട് വന്നു. ഓൾമൈറ്റി ഗോഡ്, അപ്പവും വീഞ്ഞുമായിട്ട് വന്നു. യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന അബ്രഹാമിന്റെ പടയാളികളെ ബലപ്പെടുത്തേണ്ടതിന് അപ്പവും വീഞ്ഞുമായിട്ട് വന്ന മൽക്കീസദേക്കിനെ അബ്രഹാം തനിക്ക് കിട്ടിയ ദശാംശം അവന് മുന്നിൽ വെച്ച് അവനെ മാനിച്ചപ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ നാമം ചൊല്ലി, ഭൂമിക്കും സ്വർഗത്തിനും പൊസസറായ ദൈവത്തിന്റെ നാമം ചൊല്ലി മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. ദൈവമാണ് അബ്രഹാമിനെ ഉൽപ്പത്തി 12-ൽ അനുഗ്രഹിച്ചവർ. ദൈവം അനുഗ്രഹിച്ച അബ്രഹാമെ, നിനക്ക് രണ്ടാമതൊരു അനുഗ്രഹം ആവശ്യമുണ്ടോ? ഉണ്ട്. ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ പൗരോഹിത്യ അനുഗ്രഹം നിന്റെ മേൽ ദൈവത്താൽ തുറക്കുകയാണ്, പൗരോഹിത്യ ഓഫീസിൽ കൂടെ. അതെ, ഇന്ന് രാവിലെ സാക്ഷാൽ മൽക്കീസദേക്കായ നമ്മുടെ കർത്താവ് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. ഒരാമ്യം പറഞ്ഞ കർത്താവിന്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇത് അനുഗ്രഹത്തിന്റെ മേശയാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഇത് അനുഗ്രഹത്തിന്റെ മേശയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ. അപ്പൊ ഇത് എന്താണിത്? ഇത് അനുഗ്രഹപാത്രമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു. ആ ദൈവിക അനുഗ്രഹം ഇപ്പോൾ വീണ്ടും സഭ, അവന്റെ ശരീരമായ സഭ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ ഭവനം അനുഗ്രഹമാണ്. നിങ്ങൾ ക്രിസ്തുവിനാൽ അനുഗ്രഹമാണ്. ആദാമ്യ പാപമാണ് ഭൂമിയുടെ മേൽ, ആദാമ്യ പാപമാണ് സ്ത്രീയുടെ മേൽ, ആദാമ്യ പാപമാണ് മാനവകുലത്തിന്റെ മേൽ ശാപം തുറന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല ശാപത്തെ പൊട്ടിച്ച് നിങ്ങളെ അവൻ അനുഗ്രഹമാക്കുന്നവനാണ്. ഓ രാമേൻ, ആ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൈവത്തിന് പറഞ്ഞേരെ, നിങ്ങൾ ഇന്നു മുതൽ അനുഗ്രഹമാണ്. ഇത് അനുഗ്രഹപാത്രമാണ്. ഇത് അനുഗ്രഹത്തിന്റെ മേശയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇത് സംഭവിക്കും. ആദാമിനോട് എന്താ പറഞ്ഞത്? ആദാമെ, നീ മണ്ണിൽ എടുത്തിരിക്കുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും, പൊടിയിലേക്ക് തിരികെ ചേരും. ആദാമെ, കുലത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന ആ ദൈവത്തിന്റെ പ്രഖ്യാപനം പൊട്ടിച്ചവനാണ് ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ ആദാമിനോട് പറഞ്ഞ ആ ശാപവാക്ക്, ആ ദൈവത്തിന്റെ ആ പ്രൊക്ലമേഷൻ, അതിന്റെ കീഴിൽ വിധേയപ്പെട്ടു നിന്നോ ഹാനോക്ക്? ഇല്ല. ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്, ദൈവത്തിൽ വിശ്വസിച്ച ഹാനോക്ക്, ദൈവം നേരിട്ട് ആദാമിനോട് ഏദനിലെ പാപത്താൽ പറഞ്ഞ ആ അവസ്ഥയെ പൊട്ടിച്ചവനാണ് ഇന്ന് രാത്രി ആദാമിൽ കൂടെ വന്നത്, ആദാമ്യ വർഗത്തിൽ കൂടെ വന്നത്. നിങ്ങളുടെ 4 പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ നിങ്ങളിൽ അവർ ചെയ്ത പാപത്താൽ വന്നത്. നിങ്ങളിൽ വാടാൻ അനുവാദമില്ല. വിശ്വസിക്കുന്നവർ പിന്തുടർന്നു വരുന്ന ശാപങ്ങളെ പൊട്ടിക്കുന്നവരാണ്. വിശ്വസിക്കുന്നവർ കൈമാറി വരുന്ന രോഗങ്ങളെ പൊട്ടിക്കുന്നവരാണ്. വിശ്വസിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരാണ്. ഒന്നൊരു നന്ദി പറഞ്ഞ കർത്താവിന്. ഇന്ന് രാവിലെ ചിലവിനെ പരിശുദ്ധാത്മാവ് വേരോട് പിഴുതുമാറ്റി നിങ്ങളുടെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഒരു അനുഗ്രഹമാക്കാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നലെ രാത്രി പറഞ്ഞ ഭാഗം ഞാൻ ഒന്ന് സംക്ഷിപ്തമായി പറയുന്നു. പുതിയ ഉടമ്പടി, ന്യൂ കവനന്റിനകത്ത് പ്രധാനമായ 3 വാഗ്ദത്തങ്ങൾ. ഒന്ന്, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും. പാപക്ഷമ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഇനി ഓർക്കയില്ല. നിങ്ങളിപ്പോൾ നീതീകരിക്കപ്പെട്ടവരാണ്. നിങ്ങളിപ്പോൾ നീതിമാന്മാരാണ്. നിങ്ങളിപ്പോൾ ദൈവത്തിന്റെ നീതിയാണ്. ഒന്ന്.
പുതിയ ഉടമ്പടി രണ്ടാമത്തെ വാഗ്ദത്തം, ഞാൻ എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കി ഞാൻ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അതെന്താണത്? അത് അവൻ്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് തുറക്കുകയാണ്. ഷാലോമിൽ എന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആവർത്തിച്ചറിയാവുന്നതാണ്. കർത്താവിൻ്റെ ജീവൻ, സോയൽ ലൈഫ് നിങ്ങളിലേക്ക് അവൻ പകരും. ഇത് നിങ്ങളുടെ മേൽ തുറന്നാൽ നിങ്ങളുടെ ബോഡിയിൽ ഒരു ഇമോഷണൽ ഹീലിംഗ് നടക്കും. നിങ്ങളുടെ ബോഡി ദൈവത്തിന് വിരോധമായി ചലിക്കുന്ന ബോഡിക്കകത്തുള്ള ഘടകങ്ങൾ ഹീലാകും. റോമാലേഖനം 8:11, നിങ്ങൾ യേശുവിൻ്റെ ജീവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ദേഹിക്കകത്തുള്ള മുറിവുകൾ കെട്ടപ്പെടും. നിങ്ങളെ തകർത്ത വ്യക്തികളോടുള്ള നീരസം വിട്ടുമാറും. കാരണം നിങ്ങളിൽ അവന്റെ ജീവൻ വ്യാപരിക്കും. കാൽവയുടെ കുലത്തൊലത്തിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സകലരോടും നീ ക്ഷമിക്കാൻ തുടങ്ങും. ഓ റാബാന ഷസ്കന, ഭയങ്കര ഇന്നർ ഹീലിംഗ് നിങ്ങളുടെ അകത്ത് നടക്കും. നിങ്ങൾ അവനെ പോലെയാകാൻ തുടങ്ങും. 3, നിങ്ങൾക്ക് ദൈവത്തെ ഇതുവരെ അറിയാത്ത വേറൊരു ലെവലിൽ, വേറൊരു തലത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ ഒരു അന്തർജ്ഞാനം ദൈവാത്മാവ്, ഒരു ഇൻവാർഡ് നോളജ് ദൈവം നിങ്ങളുടെ അകത്ത് പകരും. പുതിയ ഉടമ്പടിക്കകത്തുള്ള 3 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ: 1, ഞാൻ നിങ്ങളെ ക്ലെൻസ് ചെയ്യും. 2, ഞാൻ നിങ്ങളുടെ മേൽ ശക്തിയും ജീവനും പകരും. 3, ഞാൻ നിങ്ങൾക്ക് ഇൻവാർഡ് നോളജ് നൽകും. 3 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങളാണ് പുതിയ ഉടമ്പടിയിൽ അന്തർലീനമായിരിക്കുന്നത്. എബ്രായ ലേഖനം അധ്യായം 8, എബ്രായ ലേഖനം അധ്യായം 10 ഇത് വിശദമായി വിശദീകരിക്കുന്നു. ഇനി നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവാം ദൈവം, യഹോവയാം ദൈവം ഈ കവനന്റിനെ കുറിച്ചുള്ള വാഗ്ദത്തം ആവർത്തന പുസ്തകത്തിൽ, സങ്കീർത്തനങ്ങളിൽ, ഈരമ്യാവിൽ, യെഗസ്കേലിൽ പറയുമ്പോൾ കവനന്റ് ഒരു വാഗ്ദത്തമാണ്. പിതാവ് ഇത് വാഗ്ദത്തത്തോടുകൂടെ പറഞ്ഞു. എന്നാൽ പുത്രൻ വന്ന് താൻ കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞതിനാൽ പിതാവ് പറഞ്ഞത് നമുക്ക് തന്നു കഴിഞ്ഞു. പിതാവ് പറഞ്ഞ വാഗ്ദത്തം ഇപ്പോൾ വാഗ്ദത്തമല്ല, ഇതിപ്പോൾ നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. പിതാവ് നമ്മോട് ഒരു കവനന്റ് ഉണ്ടാക്കി. ആ കവനന്റിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ കർത്താവിന്റെ മരണത്താൽ അത് വിൽപത്രമായി മാറി. ആ വിൽപത്രത്തിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. നമ്മുടെ കർത്താവ് മരിച്ചപ്പോൾ പിതാവ് പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് നമ്മോട് അനേക വാഗ്ദത്തങ്ങൾ പറഞ്ഞു. ആ വിൽപത്രം എഴുതിയവൻ പിതാവാം ദൈവമാണ്. അപ്പോൾ കവനന്റ് ഉണ്ടാക്കുമെന്ന് പിതാവ് പറഞ്ഞു. ആ കവനന്റിൽ കൂടെ വിൽപത്രത്തിലൂടെ അവകാശങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഈ വിൽപത്രം എഴുതിയാൽ, ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി പഠിപ്പിച്ചതാണ്, വിൽപത്രം എഴുതിയാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിൽപത്രത്തിന് സാധുതയില്ല. എന്നാൽ വിൽപത്രം എഴുതിയാൽ മരിച്ചു കഴിഞ്ഞാൽ വിൽപത്രം സാധുതയാകുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുന്നത് വരെ അവൻ ഈ വിൽപത്രം എഴുതിയ ടെസ്റ്റേറ്ററാണ്. അവനാണ് ഈ വിൽപത്രം എഴുതിയത്. അവൻ യഹോവയുടെ വാക്കാണ്. അവൻ ദൈവത്തിന്റെ വചനമാണ്. അവൻ വിൽപത്രം എഴുതി. എന്നാൽ അവൻ മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടറാണ് അവൻ. ഇപ്പോൾ നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. എക്സിക്യൂഷൻ, നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ പിതാവ് എഴുതി വെച്ച വിൽപത്രം, ആ വിൽപത്രവും ആ പിതാവ് മരിച്ച മരണപത്രവുമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുടെ അടുക്കൽ ചെന്നാൽ ആ വിൽപത്രത്തിൽ എഴുതിയത് മുഴുവൻ നിങ്ങളുടെ അവകാശമാവുകയാണ്. നിങ്ങൾ ചെല്ലുന്നില്ലെങ്കിൽ എഴുതിയ വിൽപത്രം വ്യർത്ഥമായി പോകും. നിങ്ങളൊരു രജിസ്ട്രാറുടെ അടുക്കൽ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച മരണപത്രത്തിനകത്തുള്ള ഒന്നും നിങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റില്ല. ഇച്ചിരി കട്ടി തോന്നാം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്. ഇത് എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ 15 മുതൽ 17 വരെ വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ എക്സിക്യൂട്ടറായ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവൻ മരണം വരെ അവൻ ടെസ്റ്റേറ്റർ ആയിരുന്നു. മരിച്ച് അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റതോടുകൂടെ അവൻ എക്സിക്യൂട്ടറാണ്. നിങ്ങൾ എക്സിക്യൂട്ടർ അടുക്കിലേക്ക്, നിങ്ങൾ രജിസ്ട്രാർ അടുക്കിലേക്ക് മരണപത്രവും, എന്താ മരണപത്രം? ദേ ഇരിക്കുന്നു അപ്പവീഞ്ഞ്. ഇത് അവന്റെ ശരീരത്തിന്റെയും അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. എപ്പോൾ ശരീരവും രക്തവും രണ്ടും രണ്ടാകുന്നുവോ അവിടെ മരണം നടക്കുന്നു. എവിടെ ഇത് രണ്ടും ഒന്നായി ചേരുന്നുവോ അവിടെ ജീവൻ നടക്കുന്നു, ജീവൻ ഉണ്ടാകുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പവീഞ്ഞുകൾ വേർപെട്ടിരിക്കുന്നു.
ശരീര രക്തങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നു. അർത്ഥാൽ എന്താണ് അവന്റെ അർത്ഥം? അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ ശരീരത്തിന്റെയും അവന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയുള്ള ഈ അപ്പവീഞ്ഞുകൾ നിങ്ങൾ ഭക്ഷിക്കാൻ പോകുന്നു. പിതാവാം ദൈവം വാഴ്ത്തി അത് നിങ്ങൾക്ക് തരുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളിൽ ഇത് ജീവനാകുന്നു. കേൾക്കുന്നുണ്ടോ? അവന്റെ അകത്തുണ്ടായിരുന്ന ജീവൻ, അവന്റെ ശരീരത്തിലെ ജീവൻ, അവൻ അപ്പവീഞ്ഞുകൾ ശരീര രക്തങ്ങൾ രണ്ടായപ്പോൾ അവന്റെ മരണം നടന്നു. നമ്മുടെ ടെസ്റ്റേറ്റർ മരിച്ചു. ഇപ്പോൾ അവൻ എക്സിക്യൂട്ടറാണ്, ഇപ്പോൾ അവൻ പുരോഹിതനാണ്, ഇപ്പോൾ അവൻ അഡ്വക്കറ്റാണ്. ഹലോ, എക്സിക്യൂട്ടർ അടുക്കിലേക്ക് മരണപത്രത്തിൽ എഴുതിയ സകലതും നിന്റെ അവകാശമാണെന്നുള്ള വെളിപ്പാടിൽ അടുത്തു വന്നാൽ ഇന്ന് രാവിലെ അത് നിന്നിലേക്ക് അവൻ കൈമാറാൻ പോവുകയാണ്. നമുക്ക് ഈ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? വിൽപത്രത്തിൽ എഴുതിയത് മുഴുവൻ നിങ്ങളുടെ അവകാശമാണോ? ഇത് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാവിലെ ഇത് നിങ്ങളുടെ അവകാശമായി മാറുമോ? നിങ്ങൾ എക്സിക്യൂട്ടർ അടുക്കൽ ചെന്നാൽ, നിങ്ങളൊരു രജിസ്ട്രാർ അടുക്കൽ ചെന്നാൽ, രജിസ്ട്രാർ അടുക്കൽ നിങ്ങളൊരു അധ്വാനവും ചെയ്യണ്ട. നിങ്ങൾ രജിസ്ട്രാർ അടുക്കൽ ഒരു പ്രവർത്തിയാലല്ല നിങ്ങളുടേതായിത്തീരുന്നത്, ഡീഡ് കാണിക്കുകയാണ്. വിൽപത്രത്തിന്റെ ഡീഡ് കാണിക്കുന്നു, മരണപത്രത്തിന്റെ ഡീഡ് കാണിക്കുന്നു. ഇത് രണ്ടും കൂടെ കാണിച്ചാൽ വിൽപത്രത്തിനകത്ത് അപ്പൻ എഴുതിയത് മുഴുവൻ നിങ്ങളുടെ അവകാശമാണ്. അങ്ങനെ വിൽപത്രം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ യേശുവിനെ പോലെയാകുമോ? ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നവർ നിങ്ങൾ അവനെ പോലെയാകാനല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? റോമാലേഖനം 8:29 അവൻ നിങ്ങളുടെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. അർത്ഥം ഈ കവനന്റിന്റെ മേശ എന്താ പറയുന്നത്? കവനന്റിന്റെ മേശ പറയുന്നു, പിതാവാം ദൈവം എന്നെ അവന്റെ പുത്രനായ യേശുവിനെ പോലെയാക്കും. പുത്രൻ എന്താ പറയുന്നത്? ഞാൻ കാൽവറിയിൽ മരിച്ചു. ഞാൻ മരിച്ചത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിച്ചാൽ എന്റെ ജീവൻ നിങ്ങളുടെ അകത്ത് തുറന്ന് ആ ജീവനാൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും ഞാൻ നിറച്ച് ഞാൻ നിങ്ങളെ എന്റെ ജീവനാൽ എന്നെ പോലെയാക്കും. ഇവിടെയാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ വളരുന്നത്. നിങ്ങൾ യേശുവിനെ പോലെയാകും. അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പിതാവിന്റെ ആത്മാവിനെയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നിങ്ങളാണ് അനുഗ്രഹം. തകർന്നു കിടക്കുമ്പോഴും, നാടൻ ഭാഷ ഞാൻ പറയാം, മുടിഞ്ഞു കിടക്കുമ്പോഴും, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതിരിക്കുമ്പോഴും, കടം വന്ന് ജപ്തി വന്ന് അടുത്ത ദിവസം ജീവിക്കാൻ കഴിയാതെ വണ്ണം മരണത്തെ മുഖാമുഖമായി കാണുമ്പോഴും നീ പറയണം, ഞാനാണ് അനുഗ്രഹം, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. യേശുവിന്റെ കാൽവറി മരണത്താൽ അവന്റെ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ ഞാനിപ്പോൾ ദൈവത്തിന്റെ മകനാണ്. സ്നാനത്താൽ ഞാൻ അവനുള്ളവനാണ്. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. എന്റെ മേലുള്ളത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്റെ മേലുണ്ട്. കാണിച്ചു വരാം. എന്റെ കുടുംബം അനുഗ്രഹമായി മാറും, എന്റെ തലമുറകൾ അനുഗ്രഹമായി മാറും, എന്റെ കൂട്ടായ്മ അനുഗ്രഹമായി മാറും. കാരണം എന്റെ മേലുള്ളത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. ഒന്നത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ച്, ഒന്നത് പ്രഖ്യാപിച്ച് നന്ദി പറഞ്ഞ കർത്താവെ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്നല്ല. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാം. അബ്രഹാമിന്റെ സന്തതിക്കുള്ള 3 വാഗ്ദത്തങ്ങൾ. 1, ഞാൻ നിന്റെ പേര് വലുതാക്കും. 2, നീ ഒരു അനുഗ്രഹമായിരിക്കും. 1, നീ ഒരു അനുഗ്രഹമായിരിക്കും. ബാക്കി 7 ബാക്കി ഉപഘടകങ്ങളൊക്കെ ഞാൻ വിടുകയാണ്. 1, നീ ഒരു അനുഗ്രഹമായിരിക്കും. 2, ഞാൻ നിനക്കൊരു ദേശം തരും. 3, നീ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് നിന്റെ വാഗ്ദത്തമാണോ? ഇതുമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ? ഗലാത്യലേഖനം 3:29 വായിക്കണം. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. നിങ്ങളുടെ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. ആരാ പറഞ്ഞേ നിങ്ങളെ ആർക്കും വേണ്ടെന്ന്? ആരാ പറഞ്ഞേ നീ ഇങ്ങനെ അവസാനിക്കും? നീ ലോകരാജ്യത്തിന് അനുഗ്രഹമാകുന്ന വിത്താണ്, സീഡാണ്. നിന്റെ DNA പ്രത്യേകത നീ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് പറയും തോറും ദൈവം നിന്റെ മുമ്പുള്ള വേല വിശാലമാക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സ്തംഭിച്ചു പോയി. അബ്രഹാമിന്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വാക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നെ ഇന്ത്യയിൽ 15 സ്റ്റേറ്റുകളിലേക്ക് അയച്ചു. 17 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ കാലുകുത്താൻ കർത്താവ് സാവകാശം നൽകി. ഒരു കാര്യം ചെയ്തിട്ടല്ല, ഒറ്റ കാര്യം.
ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ പട്ടണങ്ങൾക്ക് അനുഗ്രഹമാണ്, ഞാൻ ജാതികൾക്ക് അനുഗ്രഹമാണ്. പറയാവോ? ദൈവം നിന്റെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഒന്ന് ദൈവത്തിന് മമ്മി പറഞ്ഞത്, നീ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. നീ ദൈവത്തിന്റെ ആലയം പണിയും, നീ ക്രിസ്തു വെളിപ്പാടിൽ വളരും, നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ അവകാശിയാണ്. നിന്റെ മേൽ ഇത് തുറന്നു വരും. നീ വാഴാൻ തുടങ്ങും. രോഗത്തെ നീ വാഴും, പ്രകൃതിയെ നീ വാഴും, തലമുറകളെ നീ വാഴും, ദേശത്തെ നീ വാഴും, പട്ടണത്തെ നീ വാഴും, രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളെ നീ വാഴും. അതാ ഇന്നലെ രാവിലെ ഞാൻ നിങ്ങൾ പറഞ്ഞത്, ഏത് രാജ്യത്തെയും ഭരണാധികാരിയെ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ അധികാരം അവൻ നിന്റെ മേൽ തുറക്കും. ഓക്കെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ മേശയിലേക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതിന്റെ സാരാംശം എന്താണ്? ഇത് വെറും സമയം പോക്കിന് നടത്തുന്ന പരിപാടിയല്ല. രാവിലെ നിങ്ങൾ കടന്നു വന്ന് 55 പേർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ ഒരു ഉടമ്പടിയുടെ മീലാണെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് അടുത്ത് വരിക. ഇത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണടക്ക പുനരുത്ഥാനത്തെ പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ്. അവനെ മാത്രം ഓർക്കുന്ന സ്ഥലമാണ്. അവന്റെ ശരീരത്തെ നാം വിവേചിക്കുന്ന സമയമാണ്. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരാകുന്നു, രോഗികളാകുന്നു, നിദ്ര കൊള്ളുന്നു. ഏത് ഹേതുവായി? ശരീരത്തെ വിവേചിക്കേണ്ടവണ്ണം വിവേചിക്കാത്തവനാൽ. അപ്പോൾ വിവേചിച്ചാലോ? ഇപ്പോൾ സൗഖ്യം മുടക്കും. സൗഖ്യം മാത്രമല്ല, വിടുതൽ മാത്രമല്ല, ജീവൻ മാത്രമല്ല, ഇത് നിങ്ങളെ അവനെ പോലെയാക്കുന്ന മേശയാണ്. ഇത് ഉടമ്പടിയുടെ മേശ. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ തലമുറ മാറും, നിങ്ങളുടെ കുടുംബം ബ്ലെസ്സഡായി മാറും. ഇപ്പോൾ ഒരു വാതിലില്ലെങ്കിലും നിങ്ങളിത് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ബ്ലെസ്സിങ്ങിൻ്റെ ഡോറുകൾ തുറന്നു വരാൻ തുടങ്ങും. ഇല്ലാത്തത് ഉറവുകളായി തുറക്കും കേട്ടോ. നീ വറ്റിക്കൊണ്ടിരിക്കുന്ന ഭരണിയിലേക്ക് നീ നോക്കണ്ട. ചോർന്നുകൊണ്ടിരിക്കുന്ന ഭരണിയിലേക്ക്, തീർന്നുകൊണ്ടിരിക്കുന്ന കലത്തിലേക്ക് നീ നോക്കണ്ട. ഒരു പിടി മാവ് മാത്രമേ ഉള്ളെങ്കിലും വന്നത് വചനത്തിന്റെ വെളിപ്പാടുള്ള, വചനം വായിക്കകത്തുള്ള ഏലിയാവാണെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഏലിയാവിന്റെ വചനം നിന്റെ കലത്തിനകത്ത് ഉറവ് തുറക്കും കേട്ടോ. മാവിനെ വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ വചനം. ഒരാമ്യം പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഭരണിക്കകത്തുള്ള എണ്ണയെ വർദ്ധിപ്പിക്കുന്നതാണ് വചനം. നീ ചോർന്നുകൊണ്ടിരിക്കുന്ന, വറ്റിക്കൊണ്ടിരിക്കുന്ന നിന്റെ സാമ്പത്തിക ക്രൈസിസിലേക്ക് നീ നോക്കണ്ട. ഇന്ന് രാവിലെ അതിനെ തുറക്കുന്ന ഒരുവനുണ്ട്, അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരുവനുണ്ട്, അതിന് മേൽ വഴികൾ തുറക്കുന്ന ഒരുവനുണ്ട്. തീരുന്നതിലേക്ക് നോക്കി തളരാനല്ല നിന്നെ വിളിച്ചത്. നോക്കി, തീരുന്നതിനകത്ത് ഉറവ് തുറന്ന് നിന്നെ അനുഗ്രഹമാക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ജീവിതത്തെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന ഒരുവനുണ്ട്. നിന്നെ ഡെസ്റ്റിനിലേക്ക് നടത്തുന്നവരും. നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പെർഫെക്റ്റ് വില്ലുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്കാർക്കും വരാത്തതിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ഇന്ന് രാവിലെ കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടർ ഇപ്പോൾ റെഡിയാണ്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സ്വർഗീയ സിംഹാസനത്തിൽ എക്സിക്യൂട്ടർ റെഡിയായി നിൽക്കുന്നു. നീ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുമോ? അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുമോ? അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചാൽ ആ മരണത്തിലൂടെ കൈമാറിയത് മുഴുവൻ നിൻ്റെതായി മാറും. നിന്റെ പാപം അവൻ്റെ മേൽ ചുമത്തി നിന്നെ നീതിയാക്കേണ്ടവന്, പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ വന്നു നിന്നെ സ്വതന്ത്രമാക്കേണ്ടവന്, അവൻ 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 നിന്റെ മുറിവുകൾ, അവൻ നിന്റെ സകല വേദനകളും വഹിച്ചു നിന്നെ സകല വേദന നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടവന്, അവൻ നിനക്ക് വേണ്ടി തള്ളപ്പെട്ടു, എന്തിനു വേണ്ടി? നിന്നെ സ്വീകരിക്കേണ്ടതിന്. അവൻ അപമാനിക്കപ്പെട്ടു, എന്തിനു വേണ്ടി? നിന്നിൽ തേജസ് പകരേണ്ടതിന്. അവൻ പാപമാക്കപ്പെട്ടു, അവൻ ശാപമാക്കപ്പെട്ടു, നിന്നെ അനുഗ്രഹമാക്കേണ്ടതിന്. അവൻ ദരിദ്രനായി തീർന്നു ക്രൂശിൽ, നിന്നെ സമ്പന്നനാക്കേണ്ടതിന്. അവൻ കാൽവറിൽ മരിച്ചു, നീ അവന് പകരമായി ഈ ഭൂമിയിൽ അവൻ്റെ ജീവിതം ജീവിക്കേണ്ടതിന്. ഇന്ന് രാവിലെ അവൻ്റെ ജീവിതം ജീവിക്കാൻ ആരംഭിക്കുക. നിന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി നീ നിന്റെ ജീവിതം ഇന്നു മുതൽ ഒന്നുകൂടെ ശക്തിയോടെ തുടരേണ്ടതിന്. 1-2 മിനിറ്റുകൾ ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ടാകില്ല. പക്ഷെ കയറിയ വചനങ്ങൾ ഓർത്തുകൊണ്ട്, ഒന്ന്, മറ്റ് സൗണ്ടുകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ 1 മിനിറ്റ് കറക്റ്റ് 60 സെക്കൻഡ് നിങ്ങളുടെ ഓഡിയോകൾ ഓൺ ചെയ്ത്, പറ്റുന്നവരെല്ലാം ഇനി വീഡിയോ ഓൺ ചെയ്ത് വരിക. 1 മിനിറ്റ് നിങ്ങളുടെ ഓഡിയോകൾ ഓൺ ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ്, 1 മിനിറ്റ് നിങ്ങളുടെ ഓഡിയോകൾ ഓൺ ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ്. ഇപ്പോൾ കൈമാറ്റം. ഈ മേശ നിങ്ങൾ വെറുതെ ഭക്ഷിക്കരുത്. ഈ മേശ നിങ്ങൾ വെറുതെ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും രാവിലെ കഴിക്കുന്ന പോലെ കഴിക്കരുത്. നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ നന്ദി പറഞ്ഞ കർത്താവിന് ശബനഗദുരബനഗടഗദന, അവന്റെ മരണത്തിലൂടെ അവൻ കൈമാറിയത് മുഴുവൻ നിങ്ങളുടെ അവകാശമായി മാറാൻ പോവുകയാണ്. ശാന്തൽ ഘടകത്തിന് നിങ്ങൾ അത് അനുഭവിക്കണം. എക്സിക്യൂട്ടറുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം. എക്സിക്യൂട്ടർ നിങ്ങൾ പേടിക്കരുത്.
എക്സിക്യൂട്ടർ എന്തൊക്കെയാണോ കവനന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ നിന്നിലേക്ക് തുറക്കുന്നവനാണ്. ഇന്നു മുതൽ നിനക്ക് അനുഭവിക്കാം, അവന്റെ ജീവിതം ജീവിക്കാം. അവന്റെ ജീവിതം ജീവിക്കാം, അവന്റെ മഹത്വം അനുഭവിക്കാം, അവന്റെ ജീവൻ നിനക്ക് അനുഭവിക്കാം. തുറക്കുന്നു. അത് വെളിപ്പാടിൽ പ്രഖ്യാപിക്കും. എന്താണോ വെളിപ്പാടിൽ പ്രഖ്യാപിക്കുന്നത്, എന്താണോ ഉടമ്പടിയുടെ വെളിപ്പാട് നീ ഉറച്ചു പറയുന്നത്, അതും നിന്റെ അവകാശമാകുന്നു. ഗതസമനം മുതൽ കാൽവരി വരെയും അവൻ തകർക്കപ്പെട്ടത് നിന്നിലേക്ക് ഇത് കൈമാറാനാണ്. ക്രിസ്തുവിൽ നീ നിന്റെ അനുഗ്രഹം കണ്ടാൽ പിന്നെ നീ ശാപമല്ല. ക്രിസ്തുവിൽ നീ നിന്റെ നീതി കണ്ടാൽ പിന്നെ നീ പാപിയല്ല. ക്രിസ്തുവിൽ നീ നിന്റെ ഉയർച്ച കണ്ടാൽ പിന്നെ നീ താഴ്ന്നവനല്ല. ക്രിസ്തുവിൽ നീ നിന്റെ ആരോഗ്യം കണ്ടാൽ പിന്നെ നീ രോഗിയല്ല. ഹലോ, ക്രിസ്തുവിൽ നീ നിന്റെ മഹിമ കണ്ടാൽ പിന്നെ നീ നഗ്നനല്ല. ക്രിസ്തുവിൽ നിന്നെ കാണുക, ക്രിസ്തുവിൽ നിന്നെ കണ്ടത് പ്രഖ്യാപിക്കുക. അവനവന്റെ സമാധാനം നിന്റെ മേൽ തുറക്കും, അവനവന്റെ മഹിമ നിന്റെ മേൽ തുറക്കും. അതരങ്ങളെല്ലാം തുറന്ന് 1-2 മിനിറ്റുകൾ നന്ദിയോടെ അവൻ ആരാധന കൊടുക്ക്. സമയം ഓടിപ്പോകുന്നു. എനിക്കിതിങ്ങനെയൊന്നും നിർത്താൻ ഇഷ്ടമുള്ള ആളല്ല. ഞാനിതിന് അമിതമായ പ്രാധാന്യത കൊടുക്കുന്ന ആളാണ്. പക്ഷേ സമയബന്ധിതമായി നിർത്തേണ്ടത് കൊണ്ട് നമുക്കൊരുമിച്ച് ക്രൂശിലേക്ക് നോക്കാം. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് യൂദയാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട്, യഹൂദ പട്ടാളത്താൽ പിടിക്കപ്പെട്ട്, അന്നാവിനാലും കയ്യഫാവിനാലും സന്നദ്ധി സംഘത്താലും ഒരു രാത്രി മുഴുവൻ വിസ്തരിക്കപ്പെട്ട്, അവന്റെ മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ച്, അവന്റെ മുഖത്തെ ശീലകൾ കൂട്ടിക്കെട്ടി, അവന്റെ മുഖത്ത് അവർ മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അവന്റെ മുഖത്ത് അവർ തല്ലി, അവന്റെ മുഖത്ത് അവർ കാർപ്പിച്ചു തുപ്പി, അവനെ അവർ അപമാനിച്ചു, അവനെ അവർ വേദനിപ്പിച്ചു, അവനെ വല്ലാതെ അവർ പരിഹസിച്ച് തീർന്ന ശേഷം എന്നൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഒടുവിൽ രാത്രിയിൽ അവനൊരു ഗുഹയ്ക്കകത്തേക്ക് കെട്ടിയിറക്കി, വിഷസർപ്പങ്ങളുടെ ഗുഹയിൽ അവനെ കിടത്തി. രാവിലെ വീണ്ടും അതേ കയറിൽ കെട്ടി മുകളിലേക്ക് ഉയർത്തി അവനെ പീലാത്തോസിന് മുമ്പിൽ ഹാജരാക്കി. അവനെ അപമാനിച്ചുകൊണ്ട് വെള്ളവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അവനെ ഹേരോദാവിന്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. ഹേരോദാവ് വീണ്ടും അവനെ പീലാത്തോസിന്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. പീലാത്തോസിന്റെ ഭാര്യ രാത്രി സ്വപ്നം കണ്ടു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഏതുവിധനെയും യേശുവിനെ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിച്ച പീലാത്തോസ് അവനെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ വിട്ടുകൊടുത്തു. ക്രൂരമായ പീഡനങ്ങൾ കാണുമ്പോൾ യഹൂദന്മാരുടെ മനസ്സിനകത്ത് തൃപ്തി തോന്നി. അവനെ തിരിച്ച് അയക്കാൻ അവർ ചിന്തിക്കുമെന്ന് പീലാത്തോസ് ചിന്തിച്ചു. പെസഹയുടെ സമയത്ത് ഒരുവനെ വിട്ടുകൊടുക്കുന്ന പരിപാടിയുണ്ട്, പദ്ധതിയുണ്ട്. ആരെ വിട്ടുകൊടുക്കണം? ബറബ്ബാസിനെ വേണോ യേശുവിനെ വേണമോ? അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ബറബ്ബാസിനെ മതി, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. അവർ യേശുവിനെ തള്ളി, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. ഒടുവിൽ പീലാത്തോസ് വിധിച്ചു, ക്രൂശിൽ അവനെ ക്രൂശിക്കാൻ വിധിച്ചു. പച്ചപ്പയന്മാരെ കുരിശിൽ ചുമന്നുകൊണ്ട് കാൽവട കുലത്തളത്തിലേക്ക് വീണുമെഴുന്നേറ്റ് നമ്മുടെ കർത്താവ് നടക്കുകയാണ്. ഏകദേശം 100 റാത്തൽ ഭാരം വരുന്ന ആ കുരിശുമായി നടക്കുമ്പോൾ പല പ്രാവശ്യം തലേരാത്രിയിലെ ഉറക്കക്ഷീണ നിമിത്തം, ക്രൂരമായ പീഡനങ്ങളും അപമാനങ്ങളും നിമിത്തം അവൻ മുഖമടിച്ച് നിലത്ത് വീണു. മുഖമടിച്ച് വീണത് നമ്മുടെ ടാറിട്ട റോഡിലല്ല, മുഖമടിച്ച് വീണത് റോമൻ പട്ടാളം ആ നടന്നുപോയ ആ വഴിത്താരിൽ വിരിച്ചിട്ട കരിങ്കല്ലിലാണ്. ഭാരമേറിയ പയന്മരക്കുരിശുമായി മുഖമടിച്ച് വീണ കർത്താവിന്റെ മുഖം കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് രൂപഗുണം നഷ്ടപ്പെട്ടവനായി നമ്മുടെ കർത്താവ് കാൽവറിലേക്ക് നടക്കുകയാണ്. ക്രൂശുമായി കാൽവറിലെത്തുകയില്ലെന്ന് ചിന്തിച്ച പട്ടാളക്കാർ കുറേനക്കാരെ ഷീമോനെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിക്കുന്നു. ക്രൂശിന്റെ അറ്റം ചുമന്ന ഷീമോൻ ഇവനെ തുറിച്ചു നോക്കി, ഇവൻ ആരാണ്? അവന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തം ക്രൂശിലൂടെ ഒഴുകി ഒടുവിൽ ഷീമോനെ തൊട്ടുവന്ന ചരിത്രം പറയുന്നു. അവന്റെ തലമുറ, അവന്റെ കുടുംബം അനുഗ്രഹമായി മാറി. അക്ഷരിക യേശുവിന്റെ രക്തം തൊട്ട
ശീമോന്റെ കുടുംബം നിർബന്ധത്താലാണ് ക്രൂശിന്റെ അറ്റം ചുമന്നത്. അവന്റെ കുടുംബം ഒരു അനുഗ്രഹമായി മാറി. അവന്റെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറി. ഈ കർത്തൃമേശയിൽ അക്ഷരിക രക്തത്തെ നമ്മൾ അക്ഷരാർത്ഥത്തെ തൊടുകയല്ല, രക്തത്തിന്റെ കൂട്ടായ്മയുള്ള പാനപാത്രം നിങ്ങളിപ്പോൾ കുടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമാകും, നിങ്ങളുടെ സകല മേഖലകളും അനുഗ്രഹമാകും. ഇത് രക്തത്തിന്റെ കൂട്ടായ്മയുള്ള പാനപാത്രമാണ്. ഒടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ നാട്ടപ്പെട്ട ക്രൂശിന്റെ മേൽ നമ്മുടെ കർത്താവ് നിന്റെ പാപത്തിന് പകരമായി, നിനക്ക് പ്രതിപകരമായി അവൻ ഉടമ്പടി മൃഗമായി അവൻ മരിച്ചു കേട്ടോ. അവൻ നിനക്ക് പകരമായി മരിച്ചു. ഇപ്പോൾ നിന്റെ ജീവിതം അവന്റെ ജീവിതമാണ്. നീ ജീവിക്കുന്നത് അവന് പ്രതിപകരമായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നാം എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി തന്നെ ജീവിക്കുക. ആ വെളിപ്പാടിൽ യേശുവിനെ പോലെയാക്കുവാൻ അവൻ എനിക്ക് വേണ്ടി ഉടമ്പടി യാഗമായി മരിച്ചു എന്ന വെളിപ്പാടിൽ ഇത് ഉടമ്പടിയുടെ പ്രഖ്യാപനമാണ്. ഇത് ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളുടെ കൈമാറ്റമാണ്, വിൽപത്രത്തിലെ അവകാശങ്ങളുടെ കൈമാറ്റമാണ്. ആ വെളിപ്പാടിൽ നമുക്കിപ്പോൾ കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാം. ഭവനങ്ങളിൽ കർത്തൃമേശ എടുക്കുന്നവർ നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ചിരിക്കുന്ന അപ്പം കൈക്കകത്തെടുക്കുക. നമുക്ക് ഈ അപ്പത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പം എടുക്കാത്തവർ, ഇതിനു മുമ്പ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തവർ, നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ കർത്തൃമേശ നമ്മൾ മിനിമം ആഴ്ചയിലൊന്ന് സൂമിലൂടെ നടത്താറുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ അപ്പവീഞ്ഞുകൾ നിങ്ങൾ കരുതി വയ്ക്കുക. ഇത് ഉടമ്പടിയുടെ പ്രഖ്യാപന സമയമാണ്. അപ്പം കൈക്കകത്തെടുക്കുക, സ്തോത്രം ചെയ്യുക. എല്ലാവരും സ്തോത്രം ചെയ്യുക. അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. ഈ അപ്പത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴാണ് കൈമാറ്റം നടക്കുന്നത് കേട്ടോ. സ്വർഗസ്ഥനായ പിതാവാണ് ഇതിലേക്ക് കൈമാറ്റം നടത്തുന്നത്, ഞാനല്ല നടത്തുന്നത്. എടുത്തത് അപ്പമാണ്. സ്തോത്രം ചൊല്ലിയ ശേഷം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. എടുത്തത് അപ്പം. പിതാവാന്തയും വാഴ്ത്തിയപ്പോൾ ആ ശരീരം തന്റെ ആ അപ്പം തന്റെ ശരീരമായി കൈമാറ്റത്താൽ ശരീരമാക്കി മാറ്റപ്പെടുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പിതാവേ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. ഇപ്പോൾ ഈ അപ്പത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാക്ഷാൽ ജീവന്റെ അപ്പമായി നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. ഞാനാണ് സാക്ഷാൽ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. ഗോതമ്പ് പണി നിലത്ത് വീണ് ചത്ത് അത് അനേകർക്ക് വിളവുണ്ടാക്കി കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കപ്പെട്ടല്ലോ. പിതാവേ, ഞങ്ങളുടെ പുത്രനെ തകർത്ത് കളയുവാൻ അങ്ങേക്ക് മനസ്സ് തോന്നിയല്ലോ. ആ പുത്രന്റെ കാൽവറിയിലെ മരണത്താൽ ഞങ്ങളുടെ പാപത്തിന്റെ, ഞങ്ങളുടെ സകല മേഖലയിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഞങ്ങളുടെ ശരീരത്തിന്റെയും ഞങ്ങളുടെ ആത്മാവിന്റെയും ഞങ്ങളുടെ ദേഹിയുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ആദാമ്യ പാപത്തിന്റെ ശിക്ഷയായ ശാപം, പാപത്തിന്റെ ശിക്ഷയായ ദാരിദ്ര്യം സകലതും അങ്ങയുടെ പുത്രൻ കാൽവറിയിൽ സഹിച്ച് ഞങ്ങൾ ഇന്ന് എടുത്തു മാറ്റണവന് പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചല്ലോ. ആ പുത്രന്റെ ശരീരത്തെ ഇന്ന് ഞങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഓർക്കുകയാണ്. ആ ശരീരത്തിൽ ഞങ്ങളുടെ രോഗം വഹിച്ചല്ലോ, ശാപം വഹിച്ചല്ലോ, ഞങ്ങളുടെ അപമാനം വഹിച്ചല്ലോ, ഞങ്ങളുടെ നിന്ന വഹിച്ചല്ലോ, ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചല്ലോ. ഞങ്ങൾ രാവിലെ ശരീരത്തെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്, ശരീരത്തെ ഞങ്ങൾ വിവേചിക്കുകയാണ്. അപ്പൊ ആ ശരീരത്തിന്റെ കൂട്ടായ്മ ഇപ്പോൾ അങ്ങ് ഈ അപ്പത്തിലേക്ക് കൈമാറുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട്, കർത്താവിനെ ഓർത്തുകൊണ്ട് ഇത് വാങ്ങി ഭക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിനുള്ളിൽ ജീവനുണ്ട്. ജീവന്റെ ഒരു കൈമാറ്റം സംഭവിക്കട്ടെ. ഇത് ഞങ്ങൾ വെളിപ്പാടോടെ ഭക്ഷിക്കുമ്പോൾ ഞങ്ങളില്ലാത്തത് ഞങ്ങളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന, വിൽപത്രത്തിനകത്തുള്ള അവകാശങ്ങൾ ഞങ്ങളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന കർത്താവേ, ഇപ്പോൾ അവ ഞങ്ങളിലേക്ക് തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ യേശുവിനെ പോലെയാക്കണം. ഞങ്ങളുടെ ഞങ്ങളുടെ രക്തധമനി, മാംസപേശികൾ മുഴുവൻ ഞങ്ങളുടെ ആത്മാവിനാലും ജീവനാലും നിറയട്ടെ. അപ്പ ഞങ്ങൾ യേശുവിനെ പോലെയാകട്ടെ. ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കുതിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ ദേശം വിടുവിക്കപ്പെടട്ടെ. ഒരു വലിയ ഉണർവുണ്ടാകട്ടെ. കർത്താവേ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ യേശുവിനെ കാണട്ടെ. ഇതിനകത്ത് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, ശുശ്രൂഷകർ എഴുന്നേറ്റ് വരട്ടെ. ഇവരെ സ്പിരിച്വൽ റിലം ശക്തിയോടെ ദൈവാത്മാവ് തുറക്കണമേ. ഞാൻ അവനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അപ്പത്തെ അങ്ങ് വാഴ്ത്തിയവനായ സ്തോത്രം. ഞങ്ങളത് തിരികെ വാങ്ങുന്നു. ഭക്ഷിക്കട്ടെ. ജീവൻ കൈമാറണം മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ അപ്പം സ്തോത്രം ചെയ്ത് നുറുക്കിയ ശേഷം നിങ്ങൾക്ക് കർത്താവിൻ്റെ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് വെളിപ്പാടോടുകൂടി നിങ്ങൾക്കിപ്പോൾ ഈ ശരീരത്തിൻ്റെ കൂട്ടായ്മയുള്ള അപ്പം നിങ്ങൾക്കിപ്പോൾ ഭക്ഷിക്കാം. അപ്പമൊന്നെടുത്ത് അവൻ വാഴ്ത്തി നുറുക്കി നൽകി തൃപാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്
തൃപാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. ന്യൂ കവനൻ്റ് ആണിത്. ഉടമ്പടിയുടെ രക്തമാണ്. പാപത്താൽ സംഭവിച്ച സകല നഷ്ടങ്ങളെയും അവൻ്റെ രക്തത്താൽ അവൻ വീണ്ടെടുത്തു. റിഡംഷൻ നടന്നു. റിഡംഷനിലൂടെ റെസ്റ്റോറേഷൻ നടന്നു. റെസ്റ്റോറേഷൻ ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടതും ആദാമിന് ലഭ്യമാകേണ്ടതും അവൻ റെസ്റ്റോർ ചെയ്തു. നിന്റെ കുടുംബം ഇന്നു മുതൽ റെസ്റ്റോറേഷൻ അനുഭവിക്കും. ഇത് ഉടമ്പടിയുടെ രക്തമാണ്. ഇത് അവൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുള്ള പാനപാത്രമാണ്. മുന്തിരി ചക്കിലൂടെ കടന്നുപോയി അവൻ്റെ ചാറ് ഊറ്റിയെടുത്ത് മുന്തിരിച്ചാറായി മാറുന്നതുപോലെ സാക്ഷാൽ മുന്തിരിവള്ളിയായി നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി അവൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ചുരിഞ്ഞു. ആ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട് പാനപാത്രത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് അനുഗ്രഹ പാത്രമാണ്. ഭവനങ്ങൾ കത്തമേശെടുക്കുന്നവർ പാനപാത്രം കയ്യിലെടുക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പാനപാത്രത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പത്തെ വാഴ്ത്തിയ അതേ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പാനപാത്രത്തെ ഇപ്പോൾ ഏൽപ്പിക്കുന്നു. അപ്പാ, അങ്ങ് ഈ പാനപാത്രത്തെ വാഴ്ത്തണമേ. അങ്ങയുടെ രക്തത്തിൻ്റെ കൂട്ടായ്മ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയായി അങ്ങ് ഇപ്പോൾ ഇതിനകത്തിന് കൈമാറ്റം നടത്തണമേ. ഗതസമന തോട്ടം മുതൽ കാൽവരി വരെയും ഞങ്ങളുടെ പ്രാണൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങയുടെ രക്തം അങ്ങ് ചൊരിഞ്ഞല്ലോ. ആ രക്തവുമായി പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കൃപാസനത്തിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുത്രൻ തമ്പുരാൻ പ്രവേശിച്ചല്ലോ. ഞങ്ങളുടെ വീണ്ടെടുപ്പ് സാധിച്ചല്ലോ. ഞങ്ങളുടെ പ്രൊപ്പസിയേഷൻ, ഞങ്ങളുടെ പ്രായശ്ചിത്തം നടന്നല്ലോ. ഞങ്ങളെ നീതീകരിച്ചവനായ സ്തോത്രം, ഞങ്ങളെ വീണ്ടെടുത്തവനായ സ്തോത്രം, ഞങ്ങളുടെ പ്രായശ്ചിത്തം നടന്നവനായ സ്തോത്രം, ഞങ്ങളെ നിരപ്പിച്ചവനായ സ്തോത്രം. ഇപ്പോൾ പുതിയ ഉടമ്പടിയുടെ രക്തമായി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. രക്തം ഇന്ന് രാവിലെയും പറയുന്നു, ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ അവകാശികളാണ്. വിൽപത്രത്തിലുള്ളത് മുഴുവൻ കർത്താവേ എൻ്റെ മേൽ തുറക്കണമേ. എൻ്റെ ശരീരത്തെ അങ്ങയുടെ ശരീരം പോലെയാക്കി മാറ്റണമേ. പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ സ്വരൂപത്തോട് എന്നെ അനുരൂപനാക്കണമേ. എൻ്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കണമേ. എൻ്റെ പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കണമേ. എൻ്റെ വിസ്തൃത്തെ വർദ്ധിപ്പിക്കണമേ. എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ വർദ്ധിപ്പിക്കണമേ. എൻ്റെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. പുത്രനിലുള്ളത് മുഴുവൻ എന്നിലേക്ക് കൈമാറുവാൻ ഞാൻ എൻ്റെ അവകാശത്തെ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുകയാണ്. എന്നെ തികഞ്ഞവനാക്കണമേ. എന്നെ ഹൂയോസാക്കണമേ. ലോകത്തിലെ 200-ൽ പരം രാജ്യങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ തലമുറ അനുഗ്രഹമായി മാറട്ടെ. അങ്ങയുടെ ശരീരം ഒരു അനുഗ്രഹമായി മാറട്ടെ. അപ്പം ഒന്നാകൊണ്ട് ഫലരായ ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറട്ടെ. ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് നീങ്ങട്ടെ. ഞങ്ങൾ ഒരു ശരീരമാകട്ടെ. ഞങ്ങൾ ഒന്നാകട്ടെ. ഞങ്ങളെ അതിനുവേണ്ടി ഒന്നാക്കിയ ആ രക്തത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് വാഴ്ത്തിയ അങ്ങയുടെ കരത്തിൽ നിന്ന് പാനപാത്രത്തെ തിരികെ വാങ്ങുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ നിങ്ങൾക്ക് സ്തോത്രത്തോടെ അനുഗ്രഹപാത്രമായ ഈ പാനപാത്രം നിങ്ങൾക്ക് ഇപ്പോൾ പാനം ചെയ്യാം. ഗതസമനം മുതൽ കൽവരി വരെയും ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ ധ്യാനിച്ചുകൊണ്ട് സ്ഥാപിതമായ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള മഹിമയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പാനപാത്രത്തെ പാനം ചെയ്യാം. ഇത് അനുഗ്രഹപാത്രമാണ്. നിങ്ങൾ പോകരുത്. എന്തായാലും എനിക്കറിയാം 10 മിനിറ്റ് ലേറ്റായെന്ന് എനിക്കറിയാം. ഇത് ഒരു വേഗതയിലൊരു സൂത്രത്തിൽ നടത്തേണ്ടതല്ല ഇത്. ഞാൻ അതുകൊണ്ടാണ് സമയമെടുത്ത് നടത്തുന്നത്. അടുത്ത 1 മിനിറ്റ് കൂടെ കഴിഞ്ഞ് പോയാൽ മതി. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നിങ്ങൾ ലീവ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. അപ്പവെഞ്ഞുകൾ ഭക്ഷിച്ചവർ തിരിച്ചറിയുക, ഇപ്പോൾ നമ്മൾ ചെയ്തത് കവനൻറ്റിൻ്റെ മീലാണ്. ഇപ്പോൾ നമ്മളിലേക്ക് കൈമാറിയത് അവൻ്റെ ജീവനാണ്. അവൻ്റെ ജീവനാണ്. ഇത് ഉടമ്പടിയുടെ മീലാണ്. കൈമാറിയത് അവൻ്റെ ജീവനാണ്. അവൻ്റെ ശരീരത്തെയാണ് നമ്മൾ വിവേചിച്ചത്. നിങ്ങളിലേക്ക് വന്നത് അവൻ്റെ ജീവനാണെങ്കിൽ ജീവൻ വന്നാൽ മരണം മാറിപ്പോകണം. നിങ്ങളിലേക്ക് കൈമാറിയത് അവൻ്റെ ജീവനാണെങ്കിൽ നിങ്ങളിൽ ആദാമ്യ പാപത്തിൽ വന്ന മരണവും മരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ മുഴുവൻ നിങ്ങളിത് മാറിപ്പോകണം. അടുത്ത 1 മിനിറ്റ് കർത്താവിൻ്റെ മേശ കഴിഞ്ഞ ശേഷം അവൻ സ്തോത്രഗീതം പാടിയ ശേഷം അവൻ ഒലിമലിലേക്ക് പോയി. പിശാചിൻ്റെ എല്ലാ അവകാശങ്ങളും പൊളിഞ്ഞു മാറും. തലമുറകൾ പ്രാർത്ഥിച്ചു കേട്ടോ. മക്കൾ ഈ കർത്തൃമേശ പങ്കെടുക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മക്കൾ ആദ്യമായിട്ടൊന്ന് പിള്ളേർ ഈ റൂമിൽ വന്നിരുന്ന കർത്തൃമേശ പങ്കെടുക്കുന്നവർ ഞാൻ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ തലമുറകളുടെ ജ്ഞാനം വർദ്ധിക്കും.
ദൈവാത്മാവ് തുറക്കും, സൗഖ്യം കൊണ്ടുവരും കർത്താവ്, അവരെ അനുഗ്രഹമാക്കി മാറ്റും. 1 മിനിറ്റ് നേരം അതരം തുറന്നുകൊണ്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത 1 മിനിറ്റ് സ്തോത്രം പറഞ്ഞു, 1 മിനിറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു. അവർ സ്തോത്രം പാടിയ ശേഷം അവൻ ഒലിവുമലയിലേക്ക് പോയി. സ്തോത്രം പാടിയ ശേഷം അവൻ ഒലിവുമലയിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങളിൽ ആ ജീവൻ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. ഈ സമയത്ത് ഹീലിംഗുകൾ നടക്കും കേട്ടോ. ഈ സമയത്ത് ഡെലിവറൻസുകൾ നടക്കും. അതരങ്ങൾ തുറന്ന് 1 മിനിറ്റ് നന്ദി പറഞ്ഞു കർത്താവിന്. ഈ സമയത്ത് ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ തുറക്കും. ഈ സമയത്ത് നോക്കിയ അടിമത്തങ്ങൾ പൊളിയും. അടിമത്തങ്ങൾ, നീ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളാൽ അടിമത്തങ്ങൾ പൊളിയും. നീ ഭക്ഷിച്ചത് അവന്റെ ജീവനാണെങ്കിൽ, നീ ഭക്ഷിച്ചത് അവന്റെ ശരീര രക്തമാണെങ്കിൽ, നീ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്താൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ റേഡിയേഷൻ വെളിപ്പെടും. അബ്രഹാം, ദാവീദ്, ഇയ്യോബ് യാഗമർപ്പിച്ചപ്പോൾ, ഹോമയാഗമർപ്പിച്ചപ്പോൾ അവന് ചുറ്റും, അവന്റെ ഭവനത്തിന് ചുറ്റും, അവനുള്ള സകലത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി പരിപാലിച്ചെങ്കിൽ ഒരു മഹത്വത്തിന്റെ റേഡിയൻസ്, ഒരു മഹത്വത്തിന്റെ തീ നിന്റെ ഭവനത്തിന് ചുറ്റും വരും. ഹെവൻലി ആർമി, ദൈവത്തിന്റെ ദൂതന്മാർ, ഹെവൻലി ആർമി നിന്റെ ഭവനത്തിന്റെ മുമ്പിൽ, ഭവനത്തിന് ചുറ്റും ആക്റ്റീവ് ആവുകയാണ്. ആ ജീവൻ തുറക്കട്ടെ, ആ ജീവൻ തുറക്കട്ടെ, ആ ജീവൻ തുറക്കട്ടെ. ഭക്ഷണങ്ങളിൽ ഏറ്റവും മഹത്വകരമായ ഭക്ഷണം അവന്റെ ശരീരമാണ്, അവന്റെ ശരീര രക്തമാണ്. നിങ്ങൾ ഭക്ഷിച്ചത് അവന്റെ ശരീര രക്തമാണെങ്കിൽ ഇപ്പോൾ ആ ജീവൻ തുറക്കട്ടെ. ആ ജീവൻ മരണത്തെ മാറ്റും. നയ്യയിലെ വിധവയുടെ കൊച്ചിനെ ഉയർപ്പിച്ചത് ആ ജീവനാണ്. ആ ജീവനാണ് വെള്ളത്തെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്. ആ ജീവനാണ് ലാസറിനെ കല്ലെറിഞ്ഞ് പുറത്തു കൊണ്ടുവന്നത്. ആ ജീവനാണ് 10 കുഷ്ഠരോഗികളെ ഉയർപ്പിച്ചത്. ആ ജീവനാണ് സകല രോഗികളെ സൗഖ്യമാക്കിയത്. ഇപ്പോൾ സൗഖ്യം തുറക്കട്ടെ. വേഗതയെ വർദ്ധിപ്പിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് എത്താതെ കുടുംബങ്ങളെ കറക്കുന്ന കറക്കലുകളെ പറപ്പിക്കലാക്കി മാറ്റുന്ന മഹത്വം ഇപ്പോൾ തുറക്കട്ടെ. മഹത്വം ഇപ്പോൾ തുറക്കട്ടെ. ജീവൻ ഇപ്പോൾ തുറക്കട്ടെ. വചന വെളിപ്പാടുകൾ ഇപ്പോൾ തുറക്കട്ടെ. ഡെസ്റ്റിനി ഇപ്പോൾ തുറക്കട്ടെ. ലൈഫ് ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി ജീവിക്കുക. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഉടമ്പടിയുടെ മേശയിലൂടെ ഞങ്ങളുടെ കവനന്റിനെ ഒന്നുകൂടെ പുതുക്കുവാൻ അങ്ങ് നൽകിയ സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടിയുടെ മക്കളാണ്. ഞങ്ങളെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ അങ്ങേക്ക് കാണാം ഞങ്ങളുടെ അകത്ത് പരിച്ഛേദനയുണ്ട്. ഞങ്ങളുടെ സ്നാനത്താൽ ഞങ്ങളിപ്പോൾ പരിച്ഛേദനയേറ്റവരാണ്. ഞങ്ങളിപ്പോൾ അങ്ങയുടെ അടുക്കലേക്ക് അടുത്തു വരുന്നു. ഈ ഭൂമിയിൽ ഞങ്ങളുടെ മേൽ ഞങ്ങളെ സഹായത്തിന് വേണ്ടി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലേക്ക് അടുത്തു വന്നാൽ ഞങ്ങൾക്ക് വേണ്ടത് മുഴുവൻ തുറക്കാമെന്ന് പറഞ്ഞ കർത്താവേ, ഈ ജനം ഇന്ന് രാവിലെ വിശ്വാസത്താൽ വെളിപ്പാടിൽ അങ്ങയുടെ മക്കൾ പ്രസ്താവിച്ച പ്രസ്താവനകൾ മുഴുവൻ ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അനുഗ്രഹമായി, വാതിലുകളായി, വഴികളായി തുറന്നു വരിക ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ. ഇതിനകത്ത് ഇപ്പോൾ അങ്ങയുടെ മക്കൾ ഭക്ഷിച്ചത് അങ്ങയുടെ ശരീരവും രക്തവുമാകിയാൽ, പകർന്നിരിക്കുന്നത് ജീവനാകിയാൽ, ഇപ്പോൾ ഇത് ഭക്ഷിച്ചവരിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ശരീരം ആരോഗ്യമുള്ളതാകട്ടെ, മഹത്വം കൊണ്ട് നിറയട്ടെ. ഞാൻ അവരെ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതം, കുടുംബം അനുഗ്രഹമാകട്ടെ. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇവർ കുതിക്കട്ടെ. ഞാനൊരു ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.